ആദ്യം നമുക്ക് പേജ് നമ്പർ 7 ക്വസ്റ്റ്യൻസ് നോക്കാം. ഹാവ് യു എവർ ഒബ്സർവ്ഡ് ദ സ്ട്രോ ഇൻ എ ഗ്ലാസ് ഓഫ് ലെമണേഡ്? ഡസ് ഇറ്റ് അപ്പിയർ വെൻ? വാട്ട് കുഡ് ബി ദ റീസൺ? ഗ്ലാസ്സിലെ നാരങ്ങ വെള്ളത്തിലേക്കിട്ട സ്ട്രോ ഒടിഞ്ഞിരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ദ സ്ട്രോ അപ്പിയേഴ്സ് വെൻ ദിസ് ഈസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഉണ്ട്, പ്രകാശത്തിൻ്റെ അപവർത്തനം കാരണം സ്ട്രോ ഒടിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നു. പേജ് നമ്പർ 8 ക്വസ്റ്റ്യൻസ് നോക്കാം. Which are the mediums through which light travels within the trough? Air, water. How will the path of light ray be when it passes through only one medium? Path of light will be straight line. Is there any deviation in the direction of the ray of light when it enters obliquely from one medium to another? Yes. Where does the ray of light undergo a change in direction? Surface of water. ട്രഫിനുള്ളിൽ ഏതെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് പ്രകാശരശ്മി സഞ്ചരിക്കുന്നത്? വായു, ജലം. ഒരു മാധ്യമത്തിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശ എപ്രകാരമായിരിക്കും? നേർരേഖയിലായിരിക്കും. ഒന്നാമത്തെ മാധ്യമത്തിൽ നിന്ന് രണ്ടാമത്തെ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നുണ്ടോ? ദിശാവ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത് എവിടെ വെച്ചാണ്? ജലോപരിതലത്തിൽ വെച്ചാണ് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത്. Will there be a deviation in the direction of a ray of light incident normally? No. Is there a deviation in the path of the ray of light? Record observation in science diary. അതായത് ഫിഗറിൽ നോർമലി പതിക്കുന്ന റേ ഓഫ് ലൈറ്റിന് ഡീവിയേഷൻ ഒന്നും വരുന്നില്ല. ഫിഗർ കണ്ടാൽ മനസ്സിലാവും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സയൻസ് ഡയറിയിൽ എന്ത് റെക്കോർഡ് ചെയ്യാം? നോ എന്ന് റെക്കോർഡ് ചെയ്യാം. ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുമോ? ഇല്ല. ഇവിടെ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടായോ? നിരീക്ഷണം സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തു. ഇല്ല. പേജ് നമ്പർ 9 നോക്കാം. വാട്ട് കോസസ് എ ഡീവിയേഷൻ ഇൻ ദ പാത്ത് ഓഫ് ലൈറ്റ് റേ വെൻ ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ? അതായത് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു കടക്കുമ്പോൾ പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കാറുണ്ട്. കാരണം എന്തായിരിക്കും? കാരണം ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് മീഡിയംസ്. അതുകൊണ്ടാണ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിൻ്റെ പാത്തിന് ഡീവിയേഷൻ വരുന്നത്. ഓക്കെ, വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം വ്യത്യസ്തമാണ്. ഈസ് ദർ എ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കാർ? അതായത് ഫിഗറിൽ ഒരു കാറിൻ്റെ ഡയറക്ഷൻ ഒരു സർഫസിൽ നിന്നും സ്മൂത്ത് സർഫസിൽ നിന്നും റഫ് സർഫസിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഡയറക്ഷന് മാറ്റം വരുന്നുണ്ടല്ലേ? സോ യെസ് എന്ന് എഴുതും. കാറിൻ്റെ ചലന ദിശയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട്. വേർ ഡസ് ദിസ് ചേഞ്ച് ഒക്കർ? എവിടെ വെച്ചാണ് ഈ ചേഞ്ച് വരുന്നത്? ദിസ് ചേഞ്ച് ഒക്കേഴ്സ് അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ടു മീഡിയ. മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ചാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. Did the car move with the same speed on both surfaces? മിനുസമുള്ള പ്രതലത്തിലൂടെയും പരിപരുത്ത പ്രതലത്തിലൂടെയും ഒരേ വേഗത്തിലാണോ കാർ നീങ്ങിയത്? നോ, അല്ല. പേജ് നമ്പർ 10 നോക്കാം. അറേഞ്ച് ദ മീഡിയംസ് ഇൻ ദ ടേബിൾ 1.1 ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശവേഗം എന്താ കുറയും അല്ലേ? ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത് വായുവിനാണ് അല്ലെങ്കിൽ എയറിനാണ്. അപ്പോൾ എയർ എഴുതാം. അതിൻ്റെ കുറഞ്ഞ സ്പീഡ് ഓഫ് ലൈറ്റ് ജലത്തിനാണ് അല്ലെങ്കിൽ വാട്ടറിനാണ്. അപ്പോൾ വാട്ടർ എഴുതാം. അതിൽ കുറവ് സ്പീഡുള്ളത് ഗ്ലാസ്സിനാണ്. സോ ഗ്ലാസ് എഴുതാം. പിന്നെ അതിൽ കുറഞ്ഞ സ്പീഡുള്ളത് വജ്രത്തിനാണ്. സോ വജ്രം അല്ലെങ്കിൽ ഡയമണ്ട് എഴുതാം. എ സ്ട്രോ ഈസ് കെപ്റ്റ് ഒബ്ലിക്ലി ഇൻ എ ഗ്ലാസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ 1.5a. Then the glass is filled with water. What difference do you observe? Draw your observation in the science diary. ഗ്ലാസ്സിൽ ഒരു സ്ട്രോ ചരിച്ച് വയ്ക്കുന്നു. പിന്നീട് അതിലേക്ക് ചിത്രത്തിലേതുപോലെ ജലം നിറയ്ക്കുന്നു. എന്ത് വ്യത്യാസമാണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്? നിരീക്ഷണം സയൻസ് ഡയറിയിൽ ചിത്രീകരിക്കും. സ്ട്രോ അപ്പിയേഴ്സ് വെൻ. ജലോപരിതലത്തിൽ വെച്ച് സ്ട്രോ ഒടിഞ്ഞതായി തോന്നുന്നു. വാട്ട് ഡസ് ദ സ്ട്രോ അപ്പിയർ ബെൻഡ്? ഡ്യൂ ടു റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. സ്ട്രോ ഒടിഞ്ഞതായി തോന്നാനുള്ള കാരണം എന്താണ്? പ്രകാശത്തിൻ്റെ അപവർത്തനം മൂലമാണ് സ്ട്രോ ഒടിഞ്ഞതായി തോന്നുന്നത്. പേജ് നമ്പർ 11 നോക്കാം. ഈസ് ദർ എ ഡീവിയേഷൻ ഫോർ ദ ray of light falling on the eye from point B
ഓഫ് ദ സ്ട്രോ ബിഫോർ പോറിംഗ് വാട്ടർ. ജലം ഒഴിക്കുന്നതിന് മുമ്പ് സ്ട്രോയുടെ ബി എന്ന ഭാഗത്ത് നിന്ന് കണ്ണിൽ വന്ന് പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ടോ? നോ, ഇല്ല. ഡസിൻ ദ റേ ഓഫ് ലൈറ്റ് അപ്പിയർ ടു കം ഫ്രം സി ദോ ഇറ്റ് ഈസ് ആക്ച്വലി കമ്മിങ് ഫ്രം ബി. ബിയിൽ നിന്നാണ് പ്രകാശരശ്മി യഥാർത്ഥത്തിൽ വരുന്നതെങ്കിലും സി എന്ന ഭാഗത്തു നിന്നും വരുന്നതായല്ലേ നാം കാണുന്നത്? യെസ്, അതെ. ഇനി ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മീഡിയവും സ്പീഡ് ഓഫ് ലൈറ്റും അതേപോലെ മാധ്യമവും പ്രകാശവേഗം കൊടുത്തിട്ടുണ്ട്. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെൻറ്റ് മീഡിയംസ് ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഈച്ച് മീഡിയം ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ചില മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം പട്ടികയിൽ നൽകിയിരിക്കുന്നു. ഓരോ മാധ്യമത്തിൻ്റെയും അപവർത്തനാങ്കം കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കും. അപ്പോൾ അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ ഇക്വേഷൻ എന്താ? N=C/V ആണ് അല്ലേ. സി എന്ന് പറയുന്നത് എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അത് എത്രയാണ്? 3 × 10⁸ m/s ആണ്. അപ്പോൾ ആദ്യം എയറാണ്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ ഇക്വേഷൻ എന്താ? N=C/V. അതായത് സി 3 × 10⁸ m/s ആണല്ലോ. അപ്പോൾ ബൈ വി എത്രയാണ്? സ്പീഡ് ഓഫ് ലൈറ്റ് എയറിൻ്റെ 3 × 10⁸ m/s തന്നെയാണ്. അപ്പോൾ അത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. എല്ലാത്തിനും 3 × 10⁸ m/s ആണ് അല്ലേ. വി എന്ത് വരും? 2 × 10⁸ ആണ് ഗ്ലാസിൻ്റെ കേസിൽ. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? N=C/V. സോ 3 × 10⁸ m/s ബൈ 2 × 10⁸ m/s. അത് എത്രയാണ്? 1.5 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി വാട്ടറിൻ്റെ കേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ ഇക്വേഷൻ എന്താണ്? N=C/V ആണ്. അപ്പോൾ സി 3 × 10⁸ m/s ആണ് ബൈ വി എത്ര? 2.25 × 10⁸. അതിൻ്റെ ആൻസർ എത്രയാണ്? 1.33 ആണ്. ഇനി പേജ് നമ്പർ 12 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.4 വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ ഇറ്റ്? വജ്രത്തിൻ്റെ അപവർത്തനാങ്കം 2.4 ആണ്. വജ്രത്തിൽ കൂടിയുള്ള പ്രകാശവേഗം എത്രയായിരിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ ഇക്വേഷൻ നമുക്കറിയാം. N=C/V ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വി കാണാം, സ്പീഡ് ഓഫ് ലൈറ്റ് കാണാം. അത് എങ്ങനെ കാണാം? V എന്തായിട്ട് വരും? C/N ആണ് അല്ലേ. സോ സി 3 × 10⁸ m/s ആണെന്ന് നമുക്കറിയാം. സോ 3 × 10⁸ m/s ബൈ N എത്രയാണ്? 2.4. ദാറ്റ് ഈസ് 1.25 × 10⁸ m/s ആണ്. ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? പ്രകാശവേഗം അപവർത്തനാങ്കവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? The speed of light is less in a medium of higher refractive index. Speed of light is higher in medium of less refractive index. അപവർത്തനാങ്കം കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. അപവർത്തനാങ്കം കുറവുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കൂടുതലായിരിക്കും. Is the deviation of light the same when it enters from air to water and from water to air when the angle of incidence is the same? വായുവിൽ നിന്ന് ജലത്തിലേക്കും ജലത്തിൽ നിന്ന് വായുവിലേക്കും ഒരേ പതനക്കോണിൽ പ്രവേശിക്കുമ്പോൾ പ്രകാശത്തിനുണ്ടാവുന്ന ദിശാവ്യതിയാനം ഒരുപോലെ ആയിരിക്കുമോ? നോ, അല്ല. ഫൈൻഡ് ദ ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫ്രം ഈച്ച് ഫിഗർ ആൻഡ് കംപ്ലീറ്റ് ടേബിൾ. അതായത് ഫിഗർ 1.7aയിലും 1.7bയിലെയും എന്ത് കണ്ടുപിടിക്കണം? ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, angle of incidence, angle of refraction, angle of refraction is greater than or less than angle of incidence എന്ന് കണ്ടുപിടിക്കണം അല്ലേ. ഓരോ ചിത്രത്തിലെയും പതനരശ്മി, അപവർത്തന രശ്മി, പതനക്കോൺ, അപവർത്തനകോൺ എന്നിവ കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ഫിഗർ 1.7aയിൽ ഇൻസിഡൻറ്റ് റേ ഏതാണ്? ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് ലൈറ്റ് വരുന്നത് അല്ലേ. ഈ ആരോ മാർക്ക് നോക്കാം. ആരോ മാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, എയറിൽ നിന്നും വാട്ടറിലേക്കാണ് അല്ലേ. അപ്പോൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് AB ആണ്. ഫിഗർ 1.7bയിലെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് ആരോ മാർക്ക് നോക്കാം, വാട്ടറിൽ നിന്നും എയറിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് PQ ആണ്. ഇനി ഫിഗർ 1.7aയിലെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് എന്താണ്? അതായത് റിഫ്രാക്റ്റ് ചെയ്യുന്നത്, സർഫസിൽ നിന്ന് റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നത് അല്ലേ. രണ്ടാമത്തെ റേ ആരോ മാർക്ക് നോക്കാം, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ റേ എന്ന് പറഞ്ഞാൽ BC ആണ്. ഓക്കെ, ഫിഗർ Bയിൽ റിഫ്രാക്റ്റഡ് റേ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത റേ ഇൻസിഡൻറ്റ് റേ PQ ആണ്. അപ്പോൾ റിഫ്രാക്റ്റഡ് റേ QR ആണ്. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് റേ നോർമലുമായിട്ട് വരുത്തുന്ന ആംഗിളാണ് ഇൻസിഡൻറ്റ് ആംഗിൾ, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് അല്ലേ. അപ്പോൾ ഫിഗർ എയിൽ ഇൻസിഡൻറ്റ് ആംഗിൾ ABN. ഓക്കെ, ഇനി ഫിഗർ ബിയിൽ ഇൻസിഡൻറ്റ് ആവുന്ന റേ PQ ആണ്, ഇൻസിഡൻറ്റ് റേ PQ ആണ്. അപ്പോൾ ആ ഇൻസിഡൻറ്റ് റേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്
എന്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ പതനകോൺ അത് എത്രയാണ്? PQN' ആണ്. ഓക്കെ, ഫിഗർ ബിയിൽ ഇൻസിഡൻറ്റ് റേ ഏതാണ്? PQ ആണ്. അപ്പോൾ PQ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇൻസിഡൻറ്റ് ആംഗിൾ അല്ലേ, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. അത് എത്രയാണ്? PQN'. ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ എന്താണ്? അപവർത്തന കോൺ. ഓക്കെ, അപ്പോൾ എയിൽ അപവർത്തന കോൺ ഏതാണ്? റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്ന BC ആണ്. അപ്പോൾ BC നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അത് എത്രയാണ്? CBN' ആണ്. ഓക്കെ, ഫിഗർ ബിയിൽ റിഫ്രാക്റ്റഡ് റേ എന്താണ്? QR ആണ്. അപ്പോൾ QR നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. QR നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഏതാണ്? RQN ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഫിഗർ എയിൽ നമുക്ക് കണ്ടാൽ അറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രിയും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈ 30 ഡിഗ്രിയേക്കാളും കുറവാണ് അല്ലേ, 30 ഡിഗ്രിയും കുറവാണ്. അപ്പോൾ നമുക്ക് ലെസ് ദാൻ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഫിഗർ ബിയിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രിയാണ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈ 30 ഡിഗ്രിയേക്കാളും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ എന്ന് എഴുതാം. ഓരോ ചിത്രത്തിലെയും പതനരശ്മി ഒരു ABPQ, അപവർത്തന രശ്മി BCQR, പതനകോൺ ആംഗിൾ ABN, ആംഗിൾ PQN'. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ആംഗിൾ എന്ന് എഴുതാം. ഇതൊക്കെ ഒരു ആംഗിൾ ആയതുകൊണ്ട് ആംഗിൾ എന്ന് കൊടുക്കാം. അപവർത്തന കോൺ ആംഗിൾ CBN', ആംഗിൾ RQN. അപവർത്തന കോൺ പതനകോണിനേക്കാൾ കൂടുതലാണോ കുറവാണോ? എയിൽ കുറവാണ്, ബിയിൽ കൂടുതലാണ്. ഓക്കെ, ഇനി പേജ് നമ്പർ 13 നോക്കാം. ഹൗ ഡസ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഫ്രം എയർ ടു വാട്ടർ? വായുവിൽ നിന്ന് ജലത്തിലേക്ക് ചരിഞ്ഞ് പ്രവേശിക്കുന്ന പ്രകാശരശ്മിയുടെ ദിശാവ്യതിയാനം എപ്രകാരമാണ്? ഡീവിയേറ്റ്സ് ടുവാർഡ്സ് നോർമൽ, ലംബത്തോട് അടുക്കുന്നു. ഹൗ ഡസ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഫ്രം വാട്ടർ ടു എയർ? ജലത്തിൽ നിന്ന് വായുവിലേക്ക് ചരിഞ്ഞ് പ്രവേശിക്കുന്ന പ്രകാശരശ്മിയുടെ ദിശാവ്യതിയാനം എപ്രകാരമാണ്? ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ, ലംബത്തിൽ നിന്ന് അകലുന്നു. ഫൈൻഡ് ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് based on the optical density of mediums and record them in the science diary. Which are the figures in which the ray of light enters obliquely from an optical denser medium to rare medium? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞു പ്രവേശിക്കുന്നതായി കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഡെൻസർ ടു റയർ മീഡിയം ഏതൊക്കെയാണ്? ബിയും ഡിയും ആണ് അല്ലേ. ഇൻ ദിസ് കേസ് to which direction does the refracted ray deviate? ഇവിടെ അപവർത്തനം സംഭവിക്കുന്ന രശ്മിയുടെ ദിശാവ്യതിയാനം എപ്രകാരമാണ്? എവേ ഫ്രം നോർമൽ ആണ്, ലംബത്തിൽ നിന്ന് അകലേക്കാണ്. ചൂസ് ദ ഫിഗേഴ്സ് ഇൻ വിച്ച് റിഫ്രാക്റ്റഡ് റേ deviates towards the normal. അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്ന സന്ദർഭങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? എയും എഫും ആണ്. In which situation will a ray of light deviate towards the normal as it passes from one medium to another? ലംബത്തോട് അടുക്കുന്ന സന്ദർഭങ്ങളിൽ പ്രകാശം ഏത് മാധ്യമത്തിൽ നിന്ന് ഏത് മാധ്യമത്തിലേക്കാണ് കടന്നു പോകുന്നത്? ഫ്രം ആൻ ഒപ്റ്റിക്കലി റയറർ മീഡിയം ടു ഡെൻസർ മീഡിയം, പ്രകാശിക സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കാണ്. There is no refraction of light in figures 1.8c and 1.8e. What may be the reason? ചിത്രം 1.8c, E എന്നിവയിൽ പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നില്ല. കാരണം എന്തായിരിക്കും? എ റേ ഇൻസിഡൻറ്റ് നോർമലി അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയംസ് ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. ഇനി നമുക്ക് പേജ് നമ്പർ 14 ക്വസ്റ്റ്യൻസ് നോക്കാം. അറ്റ് വിച്ച് പോയിന്റ്സ് ഡു റിഫ്രാക്ഷൻ ഒക്കർ ഫോർ ദ റേ ഓഫ് ലൈറ്റ്? പ്രകാശരശ്മിക്ക് എവിടെയൊക്കെ വെച്ചാണ് അപവർത്തനം സംഭവിക്കുന്നത്? ക്യൂവിലും ആറിലും വെച്ചാണ് അല്ലേ, QR എന്ന പോയിന്റ്സിൽ വെച്ചാണ്. ഡ്രോ ദ റേ ഡയഗ്രാം ഷോയിങ് ദ റിഫ്രാക്ഷൻ ഓഫ് എ റേ ഓഫ് ലൈറ്റ് ഇൻ ദ ഗ്ലാസ് ലാബ് ഇൻ ദ സയൻസ് ഡയറി. പ്രകാശരശ്മിക്ക് ഗ്ലാസ് ലാബിൽ ഉണ്ടാകുന്ന അപവർത്തനം കാണിക്കുന്ന രേഖാചിത്രം സയൻസ് ഡയറിയിൽ വരയ്ക്കും. നമ്മൾ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. അലോ ലൈറ്റ് ടു ഇൻസിഡൻറ്റ് നോർമലി ഓൺ ദ ഗ്ലാസ് ലാബ് ഡസ് റിഫ്രാക്ഷൻ ഒക്കർ? ഗ്ലാസ് ലാബിലേക്ക് ലംബമായി പ്രകാശം പതിപ്പിച്ചു നോക്കൂ. പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നുണ്ടോ? നോ, ഇല്ല. പേജ് നമ്പർ 15 ക്വസ്റ്റ്യൻസ് നോക്കാം.
വാട്ട് ഡു യു ഒബ്സർവ്? അനലൈസ് ദ ഫിഗർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റീസൺ. ഫിഗർ കണ്ടിട്ട് എന്ത് നിരീക്ഷിക്കുന്നു? ചിത്രം വിശകലനം ചെയ്ത് കാരണം കണ്ടെത്തൂ. അതായത് when water is poured, the ray of light coming from the coin undergoes refraction and reaches the eye. Hence the coin become visible again. നാണയം വീണ്ടും ദൃശ്യമാകുന്നു. ജലം ഒഴിച്ചപ്പോൾ നാണയത്തിൽ നിന്ന് പ്രതിപതിച്ചു വരുന്ന പ്രകാശത്തിന് അപവർത്തനം സംഭവിച്ചു കണ്ണിൽ പതിക്കുന്നു. അതുകൊണ്ടാണ് നാണയം വീണ്ടും ദൃശ്യമാകുന്നത്. Place a glass slab on the letters in a textbook. The letters appears raised. What may be the reason? The ray of light coming from the letters undergoes refraction through the glass slab and reaches the eye. So the letters appears raised. Observe the figure 1.1 and let's do a similar activity. You can see a coin lying under water in a trough. Try to take the coin out by looking through any one side of the trough. Can you do it with ease? What may be the reason? We cannot do it with ease. When light coming from the coin enters from an optically denser medium to rarer medium, it deviates away from the normal. So by looking through any one side of trough, we cannot locate the actual position of the coin. The bottom of a pond appears elevated when viewed from a distance than from a nearer point. Why? When light coming from the bottom of the pond enters an optically denser medium to a rarer medium, it deviates away from the normal. As the distance from the pond and the observer increases, the angle of refraction made by the incident ray increases, so the bottom of a pond appears elevated. People who engage in bow fishing aim at a point slightly below the perceived position of fish. Why? When the refracted light coming from the fish enters from an optically denser medium to a rarer medium, it is deviated away from the normal at the surface of suppression. This refracted light appears to come from a position just above the actual position. So people who engage in bow fishing aim at a point slightly below the perceived position of the fish. ടെക്സ്റ്റ് ബുക്കിലെ അക്ഷരങ്ങൾക്ക് മുകളിൽ ഗ്ലാസ് സ്ലാബ് വയ്ക്കുമ്പോൾ അക്ഷരങ്ങൾ ഉയർന്നിരിക്കുന്നതായി തോന്നുന്നു. കാരണം എന്തായിരിക്കും? കണ്ടെത്തൂ. പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നത് മൂലമാണ് അക്ഷരങ്ങൾ ഉയർന്നിരിക്കുന്നതായി തോന്നുന്നത്. ചിത്രം 1.11 നിരീക്ഷിക്കൂ. ട്രഫിലെ വെള്ളത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാണയം ഒരു വശത്ത് നിന്ന് നോക്കിക്കൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. നാണയം എളുപ്പത്തിൽ എടുക്കാൻ കഴിയുന്നുണ്ടോ? കാരണം എന്തായിരിക്കും? കണ്ടെത്തൂ. നാണയം എളുപ്പത്തിൽ എടുക്കാൻ കഴിയില്ല. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. അതിനാൽ ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ നാണയത്തിൻ്റെ സ്ഥാനം മാറിയാണ് കാണപ്പെടുന്നത്. ഒരു ജലാശയത്തിൻ്റെ അടിത്തട്ട് അകലെ നിന്ന് നോക്കുമ്പോൾ അടുത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്നതായി തോന്നുന്നു. കാരണം എന്താണ്? തടാകത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള പ്രകാശം പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ലംബത്തിൽ നിന്നും അകലുന്നു. നിരീക്ഷകരും തടാകവും തമ്മിലുള്ള അകലം കൂടുമ്പോൾ കണ്ണിലേക്ക് വരുന്ന പ്രകാശരശ്മിയുടെ അപവർത്തന കോൺ കൂടുന്നു. അതിനാൽ തടാകത്തിൻ്റെ അടിത്തട്ട് ഉയർന്നു കാണുന്നു. അമ്പ് ഇത് മീൻ പിടിക്കുന്നവർ മീനിനെ കാണുന്നിടത്തു നിന്ന് അല്പം താഴേക്കാണ് അമ്പെയ്യുന്നത്. എന്തുകൊണ്ട്? മത്സ്യത്തിൽ നിന്നും പ്രതിപതിച്ചു വരുന്ന പ്രകാശരശ്മികൾ ജലത്തിൽ നിന്നും വായുവിലേക്ക് ചരിഞ്ഞു കിടക്കുമ്പോൾ അപവർത്തനത്തിന് വിധേയമായി ലംബത്തിൽ നിന്നും അകലുന്നു. ഈ രശ്മികൾ ജലത്തിൽ യഥാർത്ഥ സ്ഥാനത്തിന് മുകളിലുള്ള ഒരു സ്ഥാനത്തു നിന്ന് വരുന്നതായി തോന്നുന്നു. അതിനാൽ മത്സ്യത്തിൻ്റെ സ്ഥാനം അല്പം ഉയർന്നതായി കാണപ്പെടുന്നു. അതിനാൽ അമ്പെയ്ത് മീൻ പിടിക്കുന്നവർ മീനിനെ കാണുന്നിടത്ത് നിന്ന് അല്പം താഴേക്കാണ് അമ്പെയ്യുന്നത്. പേജ് നമ്പർ 60 നോക്കാം. Does the ray of light from star reaches our eyes by traveling in a straight line? നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശരശ്മി നേർരേഖയിൽ സഞ്ചരിച്ചാണോ നമ്മുടെ കണ്ണിലെത്തുന്നത്? നോ, അല്ല. An illustration of the path of a ray of light from a distant star through the Earth's atmosphere is given in figure 1.12a. Doesn't the ray of light undergo irregular deviation? What may be the reason? വളരെ അകലെയുള്ള ഒരു നക്ഷത്രത്തിൽ നിന്ന് ഭൗമാന്തരീക്ഷത്തിലൂടെ എത്തുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് സമാനമായ ചിത്രീകരണമാണ് ചിത്രം 1.12a-യിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ പ്രകാശരശ്മിയുടെ പാതയ്ക്ക് ക്രമരഹിതമായ ദിശാമാറ്റം സംഭവിക്കുന്നില്ലേ? എന്തായിരിക്കും ഇതിന് കാരണം? യെസ്, the ray undergoes irregular deviations. Stars appears as a point sources of
light because they are at a greater distance from the earth compared to the planets. The light coming from the stars reaches our eyes by traversing through the atmosphere. The optical density of the medium through which the light travels goes on changing as the physical conditions, pressure, temperature, etc. The layers of atmosphere change continuously. Hence, the light undergoes an irregular refraction. Therefore, when the light rays from the stars reach the eyes after refracted several times, the star cannot be seen continuously at the same position. This is the reason for the twinkling of stars. ഗ്രഹങ്ങളെ അപേക്ഷിച്ച് നക്ഷത്രങ്ങൾ വളരെ അകലെയാണ്. അവ പ്രകാശിത ബിന്ദുക്കൾ പോലെ കാണപ്പെടുന്നു. നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം ഭൗമാന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിൽ എത്തുന്നത്. അന്തരീക്ഷ പാളികളുടെ ഭൗതിക സാഹചര്യം, മർദ്ദം, താപനില തുടങ്ങിയവ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ പ്രകാശം കടന്നു വരുന്ന മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രതയും മാറിക്കൊണ്ടിരിക്കും. ഇതു കാരണം പ്രകാശരശ്മിക്ക് ക്രമരഹിതമായ അപവർത്തനം സംഭവിക്കുന്നു. അതിനാൽ നക്ഷത്രങ്ങളിൽ നിന്നു വരുന്ന പ്രകാശരശ്മികൾ പലതവണ ക്രമരഹിത അപവർത്തനത്തിന് ശേഷം കണ്ണിൽ പതിക്കുമ്പോൾ നക്ഷത്രത്തെ ഒരേ സ്ഥാനത്ത് തുടർച്ചയായി കാണാൻ കഴിയുന്നില്ല. ഇതാണ് നക്ഷത്രത്തിൻ്റെ മിന്നിത്തിളക്കത്തിന് കാരണം. Even after the sun has passed the western horizon, the sun is always visible for some more time. Similarly, the sun can be seen a few seconds before it reaches the eastern horizon in the morning. What is the reason? സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളം കടന്നുപോയതിനു ശേഷവും സൂര്യബിംബം അല്പസമയം കൂടി കാണാൻ കഴിയും. അതുപോലെ തന്നെ രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ എത്തുന്നതിന് അല്പം മുമ്പ് സൂര്യനെ കാണാൻ കഴിയും. എന്തായിരിക്കും കാരണം? This is due to atmospheric refraction. The temperature difference causes density difference in the layers of atmosphere. Due to this, optical density of the medium through which the light travels goes on changing. Light enters to the atmosphere and undergoes continuous refraction. You can see the apparent position of the sun just before and just after the actual sunrise and actual sunset. അന്തരീക്ഷത്തിലെ താപനില വ്യത്യാസം വായുപാളികളുടെ സാന്ദ്രതാ വ്യത്യാസത്തിന് കാരണമാകുന്നു. അതിനാൽ പ്രകാശം കടന്നു വരുന്ന മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രതയും മാറിക്കൊണ്ടിരിക്കും. സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ തുടർച്ചയായി അപവർത്തനം സംഭവിക്കുന്നു. അതിനാൽ ഉദയസമയത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സൂര്യനെ കാണാൻ കഴിയും. ഇതുപോലെ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളം കടന്നുപോയതിനു ശേഷവും സൂര്യബിംബം അല്പസമയം കൂടി കാണാൻ കഴിയും. പേജ് നമ്പർ 70 ക്വസ്റ്റ്യൻസ് നോക്കാം. വിൽ റിഫ്രാക്ഷൻ ഒക്കേഴ്സ് വെനെവർ ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഫ്രം വൺ മീഡിയം ടു അനദർ. മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുമോ? നോ, ഇല്ല. വിച്ച് ആർ ദ മീഡിയംസ് ത്രൂ വിത്ത് ദ ലൈറ്റ് പാസസ് ഇൻസൈഡ് ദ ട്രഫ്? വാട്ടർ, എയർ. ഡസ് the light enters from an optically denser medium to rare medium or from optically rare medium to denser medium? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റയർ മീഡിയം ആണ്. അതായത് വാട്ടർ ടു എയർ അല്ല, അപ്പോൾ ഡെൻസർ ടു റയർ മീഡിയം ആണ്. ഇൻക്രീസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രാജുവലി. വാട്ട് ഡു യു ഒബ്സർവ്? ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഗോസ് ഓൺ ഇൻക്രീസിംഗ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. Incidence ray reflect back to the water completely when the angle of incidence is above a specific value. When does the light reflect completely to the same medium? Incident ray reflect completely to the same medium if the angle of incidence is above specific value. Page number 80 questions നോക്കാം. Haven't you seen decorative lamps as shown in figure 114? From which medium to which does the ray of light enter? From optically denser medium to a rarer medium. What is the change in the angle of refraction when the angle of incidence increases? When the angle of incidence increases, angle of refraction also increases. What is the angle of incidence when the angle of refraction is 90 degree? 42 degree ആണ്. What peculiarity do you notice when the light is incident at an angle greater than this angle of incidence? The ray is reflected back completely to the same medium. ഇവിടെ പ്രകാശരശ്മി കടക്കുന്നത് ഏതു മാധ്യമത്തിൽ നിന്ന് ഏതു മാധ്യമത്തിലേക്കാണ്? പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക്. പതനകോൺ കൂടുമ്പോൾ ആവർത്തന കോണിന് വരുന്ന മാറ്റം എന്ത്? പതനകോൺ കൂടുമ്പോൾ അപവർത്തന കോണും കൂടുന്നു. അപവർത്തന കോൺ 90 ഡിഗ്രി ആകുമ്പോഴുള്ള പതനകോണിന്റെ അളവ് എത്രയാണ്? 42 ഡിഗ്രി. ഈ പതനകോണിനേക്കാൾ
കൂടിയ അളവിൽ പ്രകാശം പതിക്കുമ്പോൾ എന്തു പ്രത്യേകതയാണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്? പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കാതെ പൂർണ്ണമായും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപതിക്കുന്നു. പേജ് നമ്പർ 90 ക്വസ്റ്റ്യൻസ് നോക്കാം. ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ ഡിഫറെൻറ്റ് മീഡിയംസ് ഈസ് ഗിവൺ. അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. Okay. Which of the following figures represent total internal reflection? പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നതായി കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാണിച്ചിട്ടുള്ളത് എയും ഇയും ആണ് അല്ലേ? വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഇൻ ദിസ് കേസ്? ഇവിടെ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? 42 ഡിഗ്രി. Will total internal reflection occur for a ray of light entering from water to air at an angle of 50 degree? Why? What is the critical angle for the water air pair? ജലത്തിൽ നിന്നും 50 ഡിഗ്രി കോണളവിൽ വായുവിലേക്ക് പതിക്കുന്ന പ്രകാശത്തിന് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുമോ? എന്തുകൊണ്ട്? ജലം വായു ജോഡികളുടെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? Yes, because the angle of incidence is greater than the critical angle of a water air pair is 48.6 degree. പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കും. ജലത്തിന്റെ ക്രിട്ടിക്കൽ കോണായ 48.6 ഡിഗ്രിയേക്കാൾ പതനകോൺ കൂടുതലായതിനാൽ ജലം വായു ജോഡികളുടെ ക്രിട്ടിക്കൽ കോൺ 48.6 ഡിഗ്രിയാണ്. വാട്ട് ആർ ദ ടു കണ്ടീഷൻ റിക്വയർഡ് ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടു ഒക്കർ? പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കാൻ ആവശ്യം വേണ്ട രണ്ട് സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ദ റേ ഷുഡ് എൻറ്റർ ഫ്രം ആൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. പ്രകാശം പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് ചരിഞ്ഞു കിടക്കണം. The bottom of the aquarium is seen above surface of water. What may be the reason? ഇവിടെ അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ ജലോപരിതലത്തിന് മുകളിലായി കാണുവാനുള്ള കാരണം എന്തായിരിക്കും? The light coming from the bottom of the aquarium undergoes total internal reflection at the surface of water. Hence, the bottom is seen above the surface of water. The distance from the surface of water to the bottom of aquarium is the same as the distance from the surface to the image caused by total internal reflection. അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന പ്രകാശത്തിന് ജലോപരിതലത്തിൽ വെച്ച് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നത് കൊണ്ടാണ് അക്വേറിയത്തിന്റെ അടിത്തട്ട് മുകളിലായി കാണുന്നത്. ജലോപരിതലത്തിൽ നിന്ന് അക്വേറിയത്തിന്റെ അടിത്തട്ടിലേക്കുള്ള ദൂരവും പൂർണ്ണാന്തര പ്രതിപതനം മൂലം ഉണ്ടാകുന്ന പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമാണ്. പേജ് നമ്പർ 20 നോക്കാം. ഡ്യൂറിംഗ് സമ്മർ സീസൺ there seems to be water logging on roads when viewed from a distance. What may be the reason? വേനൽക്കാലത്ത് റോഡിൽ അകലെ വെള്ളം കെട്ടിക്കിടക്കുന്നതായി തോന്നുന്നതിനുള്ള കാരണം എന്തായിരിക്കും? During summer season, the layers of air closer to the road have a low optical density as it is warmer than the upper layer. The optical density of the air increases gradually as we go higher. When light rays coming from the surrounding objects pass through different layers of air with different optical densities, they undergo refraction and the total internal reflection. Such deviated light rays falls on our eyes, hence their image appears to have formed on roads. This phenomenon is known as mirage. Such familiar images are usually seen on the surface of water. That is why water seems to be logged on roads when viewed from a distance. റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ വായുവിന് ചൂട് കൂടുതലായതിനാൽ പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും. എന്നാൽ മുകൾ ഭാഗത്തേക്ക് പോകുന്ന വായുവിന്റെ പ്രകാശിക സാന്ദ്രത ക്രമമായി വർദ്ധിച്ചു വരുന്നു. പരിസരത്തുള്ള വസ്തുക്കളിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾ പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള വായുവിന്റെ വിവിധ പാളികളിലൂടെ കടന്നു പോകുമ്പോൾ അപവർത്തനത്തിനും തുടർന്ന് പൂർണ്ണാന്തര പ്രതിപതനത്തിനും വിധേയമാകുന്നു. ഇങ്ങനെ ദിശാവ്യതിയാനം സംഭവിച്ച പ്രകാശകിരണങ്ങളാണ് നമ്മുടെ കണ്ണിൽ പതിക്കുന്നത്. അതിനാൽ അവയുടെ പ്രതിബിംബം റോഡിൽ രൂപപ്പെടുന്നത് പോലെ തോന്നുന്നു. ഈ പ്രതിഭാസമാണ് മരീചിക. നമുക്ക് പരിചിതമായ ഇത്തരം പ്രതിബിംബങ്ങൾ സാധാരണയായി ജലോപരിതലത്തിലാണ് രൂപപ്പെടുന്നത്. അകലെ നിന്നും നോക്കുമ്പോൾ റോഡിൽ വെള്ളമുള്ളതായി തോന്നുന്നതിന് കാരണം ഇതാണ്. പേജ് നമ്പർ 21 How does a ray of light incidence on a prism get reflected? ഒരു പ്രിസത്തിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതിച്ചു വരാൻ കാരണം എന്തായിരിക്കും? The light ray is incident normally on the side PQ. അതായത് ഫിഗറിൽ PQ എന്ന സൈഡിൽ നോർമലി ആയിട്ടാണ് ലൈറ്റ് റേ പതിക്കുന്നത്. Hence there is no refraction. The critical angle of glass is 42 degree. The angle of incidence at A and B is
45 degree, hence the light falling on A undergoes total internal reflection and reaches B. There it undergoes total internal reflection again and comes out of the reflector. The same process happens in other prisms in the reflector as well. PQ എന്ന വശത്ത് ലംബമായി പ്രകാശരശ്മി പതിക്കുന്നതിനാൽ അപവർത്തനം സംഭവിക്കുന്നില്ല. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രി ആണെന്ന് അറിയാമല്ലോ. ഇവിടെ A, B എന്നീ ബിന്ദുക്കളിലെ പതനകോൺ 45 ഡിഗ്രിയാണ്. അതിനാൽ Aയിൽ പതിക്കുന്ന പ്രകാശം പൂർണ്ണാന്തര പ്രതിപതനത്തിന് വിധേയമായി Bയിലെത്തും. അവിടെ വീണ്ടും പൂർണ്ണാന്തര പ്രതിപതനം സംഭവിച്ച് ചിത്രത്തിൽ കാണുന്നത് പോലെ റിഫ്ലക്ടറിന് പുറത്തേക്ക് വരുന്നു. റിഫ്ലക്ടറിലെ മറ്റു പ്രിസങ്ങളിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. Based on the figure, examine how prisms are used in periscopes and record in the science diary. ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിസ്കോപ്പിൽ പ്രിസങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തൂ. Periscope is made up of two equilateral triangular prisms. Due to total internal reflection in the two prisms, image can be seen with greater visual clarity. പെരിസ്കോപ്പിൽ രണ്ട് പ്രിസങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവ രണ്ട് സമപാർശ്വ ത്രികോണ പ്രിസങ്ങളാണ്. ഇവയിൽ പ്രകാശത്തിനുണ്ടാകുന്ന പൂർണ്ണാന്തര പ്രതിപതനം മൂലം വസ്തുവിന്റെ പ്രതിബിംബം വ്യക്തമായി കാണാൻ സാധിക്കുന്നു. പേജ് നമ്പർ 22 നോക്കാം. The use of optical fibers in medical field is increasing day by day. Collect information regarding this and present in the class. മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ യൂസ് ചെയ്യുന്ന optical fibers are used in different medical instruments. പിന്നെ endoscopy. An endoscopy uses a scope that goes inside your body to take pictures or videos of organs and other structures. OCT. Optical coherence tomography or OCT is a high-resolution imaging technique with most of its applications in medicine and biology. പിന്നെ യൂസ് ചെയ്യുന്നത് optical fiber യൂസ് ചെയ്യുന്ന digital X-ray ആണ്. A digital X-ray is a modern type of X-ray that utilizes digital sensors instead of photographic film. The image captured is converted to digital data immediately and is available for review within seconds. പിന്നെയുള്ളത് ലേസർ ഡെലിവറി ആണ്. ലേസർ അസിസ്റ്റഡ് drug delivery is a new and promising drug delivery technique that is used to improve the efficacy of local skin treatments. പിന്നെയുള്ളത് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. Optical fibers help to observe what is happening during keyhole surgery. ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ ഉപയോഗം മെഡിക്കൽ രംഗത്ത് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. മെഡിക്കൽ രംഗത്ത് ഇവ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നതെന്ന് വിവരശേഖരണം നടത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കും. ഒപ്റ്റിക്കൽ ഫൈബർ ഒന്ന് മെഡിക്കൽ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. വിവിധ മെഡിക്കൽ ഉപകരണങ്ങളിൽ ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഉപയോഗിക്കുന്നു. പിന്നെ എൻഡോസ്കോപ്പിയാണ്. എൻഡോസ്കോപ്പി എന്നത് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ഒരു സ്കോപ്പ് ഉപയോഗിച്ച് അവയവങ്ങളുടെയും മറ്റ് ഘടനകളുടെയും ചിത്രങ്ങളോ വീഡിയോകളോ എടുക്കുന്നു. OCT ഒപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രഫി ഒരു ഉയർന്ന റെസൊല്യൂഷൻ ഇമേജിംഗ് സാങ്കേതികതയാണ്. ഇതിൻ്റെ മിക്ക പ്രയോഗങ്ങളും വൈദ്യശാസ്ത്രത്തിനും ജീവശാസ്ത്രത്തിലുമാണ്. പിന്നെയുള്ളത് ഡിജിറ്റൽ എക്സ്റേ. ഡിജിറ്റൽ എക്സ്റേ എന്നത് ഫോട്ടോഗ്രാഫിക് ഫിലിമിന് പകരം ഡിജിറ്റൽ സെൻസറുകൾ ഉപയോഗിക്കുന്ന ഒരു ആധുനിക തരം എക്സ്റേ ആണ്. പകർത്തിയ ചിത്രം ഉടനടി ഡിജിറ്റൽ ഡാറ്റയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും നിമിഷങ്ങൾക്കുള്ളിൽ അവലോകനത്തിന് ലഭ്യമാവുകയും ചെയ്യുന്നു. പിന്നെ ലേസർ ഡെലിവറിയാണ്. പുതിയതും വാഗ്ദാനപ്രദവുമായ ഒരു സാങ്കേതികതയാണ്. ഇത് പ്രാദേശിക ചർമ്മ ചികിത്സകളുടെ ഫലപ്രാപ്തി മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. പിന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങളാണ്. വിവിധ ശസ്ത്രക്രിയ ഉപകരണങ്ങളിൽ ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഉപയോഗിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ ഫ്രം ദ പ്ലെയിൻ മിറർ ആർ given, tabulate them suitably. ഇപ്പോൾ റിഫ്ലക്ഷൻ ഫ്രം പ്ലെയിൻ മിററിൽ ഏതൊക്കെ വരുന്നു? The ray of light is completely reflected. Reflection occurs on surface at any angle of incidence. Total internal reflectionൽ the ray of light is completely reflected occurs only when a ray of light enters from an optically denser medium to rarer medium at an angle greater than critical angle. പൂർണ്ണാന്തര പ്രതിപതനം, സമതല ദർപ്പണങ്ങളിൽ നിന്നുള്ള സാധാരണ പ്രതിപതനം ഇവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. അവയെ അനുയോജ്യമായി പട്ടികപ്പെടുത്തും. ദർപ്പണങ്ങളിൽ നിന്നുള്ള പ്രതിപതനം പ്രകാശരശ്മി പൂർണ്ണമായും പ്രതിപദിക്കുന്നു. പ്രതലത്തിലേക്ക് ഏതു പതനകോണിൽ പതിച്ചാലും പ്രതിപതനം സംഭവിക്കുന്നു. പിന്നെ പൂർണ്ണാന്തര പ്രതിപതനം നോക്കാം. പ്രകാശരശ്മി പൂർണ്ണമായും പ്രതിപദിക്കുന്നു. പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പതിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. റേ ഡയഗ്രാം ഷോയിങ് ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ മീഡിയം എ ആൻഡ് ബി ഈസ് ഗിവൺ. ഇൻ വിച്ച് മീഡിയം വിൽ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ബി ലെസ്, എ ഓർ ബി?
എ ബി എന്നീ മാധ്യമങ്ങളിലൂടെ പ്രകാശരശ്മി കടന്നു പോകുന്നു. രേഖാചിത്രം നൽകിയിരിക്കുന്നു. എ ബി എന്നീ മാധ്യമങ്ങളിൽ ഏത് മാധ്യമത്തിലായിരിക്കും പ്രകാശവേഗം കുറവ്? The speed of light will be less in medium B. ബി എന്ന മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. Which will be the optically denser medium? Justify your answer. ഇവയിൽ പ്രകാശിക സാന്ദ്രത കൂടിയ മീഡിയം ഏതായിരിക്കും? ഉത്തരം സാധൂകരിക്കുക. ബി എന്ന മാധ്യമത്തിൽ പ്രകാശിക സാന്ദ്രത കൂടുതലാണ്. ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് കടക്കുമ്പോൾ പ്രകാശരശ്മി ലംബത്തോട് അടുക്കുന്നു. പ്രകാശിക സാന്ദ്രത കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് കടക്കുമ്പോഴാണ് പ്രകാശരശ്മി ലംബത്തോട് അടുക്കുന്നത്. അതിനാൽ പ്രകാശിക സാന്ദ്രത കൂടുതൽ ബിക്ക് ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ 2 നോക്കാം. കംപ്ലീറ്റ് ദ ഗിവൺ ഡയഗ്രാം, മാർക്ക് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പം ആരോ മാർക്ക് നോക്കിയാൽ അറിയാം, സ്റ്റാർട്ട് ചെയ്യുന്ന റേ ആണ് ഇൻസിഡൻറ്റ് റേ അല്ലേ? അപ്പോൾ അത് ഇൻസിഡൻറ്റ് റേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് പതനകോൺ. പിന്നെ ഇൻസിഡൻറ്റ് റേയിൽ നിന്നും റിഫ്രാക്റ്റഡ് ആയിട്ട് പോകുന്ന രണ്ടാമത്തെ ആരോ വരുന്നത് ആണ് എന്ത്? റിഫ്രാക്റ്റഡ് റേ. ആ റിഫ്രാക്റ്റഡ് റേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തന കോൺ. Light passes from medium X to Y. Here the angle of refraction is greater than the angle of incidence. In which medium is the speed of light more? അതായത് പ്രകാശ മാധ്യമം എക്സിൽ നിന്ന് മാധ്യമം വൈയിലേക്ക് കടന്നു പോകുന്നു. ഇവിടെ പതനകോണിനേക്കാൾ കൂടുതലാണ് അപവർത്തന കോൺ. എക്സ് വൈ ഇവയിൽ ഏത് മാധ്യമത്തിലായിരിക്കും പ്രകാശത്തിന് വേഗം കൂടുതൽ? വൈ എന്ന മീഡിയത്തിലാണ് അല്ലേ? വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? അപവർത്തനാങ്കം കൂടിയ മാധ്യമം ഏതായിരിക്കും? എക്സ് ആണ്. കാരണം അതിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവാണ്. അപ്പോൾ എന്തായിരിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അതേപോലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും കൂടുതലായിരിക്കും അല്ലേ? ഡ്രോ ദി പാത്ത് ഓഫ് ലൈറ്റ്. പാത്ത് ഓഫ് ലൈറ്റ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും? എക്സ് ആണ് എന്താ? ഡെൻസർ മീഡിയം, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം അല്ലേ? കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും കൂടും. അപ്പോൾ എക്സ് നമ്മൾ താഴെ വരയ്ക്കണം. ഡെൻസിറ്റി കൂടിയ മീഡിയം താഴെയാണല്ലോ വരയ്ക്കുക. വൈ ആയിരിക്കും റെയറർ മീഡിയം, അത് മേലെ വരയ്ക്കണം. ഓക്കെ. പിന്നെ എന്ത് ചെയ്യേണ്ടത്? എക്സിൽ നിന്ന് വൈയിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ എക്സിൽ നിന്ന് നമ്മൾ ആരോ സ്റ്റാർട്ട് ചെയ്യണം. ഡെൻസർ ടു റെയറർ മീഡിയം ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും കൂടുതലായിരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലേ? അപ്പോൾ അതിനനുസരിച്ചിട്ട് വരയ്ക്കുക. ഫിഗറിൽ തന്നിട്ടുള്ള പോലെ വരയ്ക്കുക. ഓക്കെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡിഫറെൻറ്റ് മീഡിയംസ് ആർ ഗിവൺ ഇൻ ടേബിൾ. ഇൻ വിച്ച് മീഡിയം ഡസ് ലൈറ്റ് ട്രാവൽ വിത്ത് മാക്സിമം സ്പീഡ്? ഏറ്റവും കൂടുതൽ സ്പീഡ് ഏതിനായിരിക്കും? സ്പീഡ് വാട്ടറിലായിരിക്കും. കാരണം അതിലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ളത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുന്നതിനനുസരിച്ചിട്ട് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടും അല്ലേ? വിൽ എ റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് ഒബ്ലിക്ലി ഫ്രം ഗ്ലിസറിൻ ടു സൺഫ്ലവർ ഓയിൽ ഡീവിയേറ്റ്? എക്സ്പ്ലെയിൻ ദ റീസൺ. നോ. കാരണം എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് സെയിം ഇൻ ബോത്ത് ദിസ് മീഡിയം. കാരണം എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ബോത്ത് മീഡിയംസ് ആർ സെയിം. ലൈറ്റ് ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ ഹിയർ. Light is transmitted from glass to each medium listed in table 1.5. If the light is incident at an angle of 30 degree, which medium will have the largest angle of refraction? Why? In water, because water has least refractive index. വിവിധ മാധ്യമങ്ങളുടെ അപവർത്തനാങ്കം പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. പ്രകാശം ഏതു മാധ്യമത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്ന് കണ്ടെത്തുക. ജലമാണ്. ഗ്ലിസറിനിൽ നിന്ന് സൺഫ്ലവർ ഓയിലിലേക്ക് ചരിഞ്ഞു പതിക്കുന്ന പ്രകാശരശ്മിയുടെ ദിശ വ്യതിയാനം സംഭവിക്കുമോ? കാരണം വിശദീകരിക്കുക. ഇല്ല. ഈ രണ്ട് മാധ്യമങ്ങളിലെയും പ്രകാശവേഗം തുല്യമായതിനാൽ അപവർത്തനാങ്കം തുല്യമായതിനാൽ പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നില്ല. ഗ്ലാസ്സിൽ നിന്ന് പട്ടികയിൽ സൂചിപ്പിച്ച ഓരോ മാധ്യമത്തിലേക്കും പ്രകാശം കടത്തിവിടുന്നു. 30 ഡിഗ്രി പതനകോണിലാണ് പ്രകാശം പതിപ്പിക്കുന്നതെങ്കിൽ ഏതു മാധ്യമത്തിൽ ആയിരിക്കും അപവർത്തന കോൺ ഏറ്റവും കൂടുതൽ? എന്തുകൊണ്ട്? ജലത്തിൽ. കാരണം ഇവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് ജലത്തിനാണ്. Observe the figure. Ray of light incident on two mediums is depicted. Which is the medium of higher optical density? Y. Medium 1 is the medium of higher optical density. The angle of refraction in medium 1 is less than that in medium 2. That is, when light enters from air to medium 1, the refracted ray bends more towards the normal. Which is the medium of greater refractive index? Medium 1 has greater refractive index.
ചിത്രം നിരീക്ഷിക്കുക. 2 വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശരശ്മി പതിക്കുന്നത് ചിത്രീകരിക്കുന്നു. ഏത് മാധ്യമത്തിലാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ? എന്തുകൊണ്ട്? മാധ്യമം 1-ലായിരിക്കും പ്രകാശിക സാന്ദ്രത കൂടുതൽ. മാധ്യമം 1-ലെ അപവർത്തന കോൺ മാധ്യമം 2-ലെ അപവർത്തന കോണിനേക്കാൾ കുറവാണ്. അതായത് വായുവിൽ നിന്ന് മാധ്യമം 1-ലേക്ക് കടക്കുമ്പോഴാണ് പ്രകാശരശ്മി ലംബത്തോട് കൂടുതൽ അടുക്കുന്നത്. ഏത് മാധ്യമത്തിന്റെ അപവർത്തനാങ്കമാണ് കൂടുതൽ? മാധ്യമം 1-ന്റെ അപവർത്തനാങ്കമാണ് കൂടുതൽ. ഒബ്സർവ് ദ ഫിഗേഴ്സ്. Which figure indicates total internal reflection? പൂർണ്ണാന്തര പ്രതിപതനം സൂചിപ്പിക്കുന്ന ചിത്രം ഏതാണ്? അത് എ ആണല്ലേ. Which figure indicate refraction? റിഫ്രാക്ഷന് അപവർത്തനത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ബിയും സിയും ആണല്ലേ. The critical angle of glass is 42 degree. Choose an angle of incidence for which total internal reflection takes place. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രിയാണ്. തന്നിരിക്കുന്നവയിൽ ഏത് പതനകോണിൽ പതിക്കുമ്പോഴാണ് പ്രകാശത്തിന് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുക? അതേതാണ്? 49 ഡിഗ്രിയാണ്. 42 ഡിഗ്രിയേക്കാൾ കൂടുതലാവണം. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലുള്ള ആംഗിൾ ഇവിടെ 49 മാത്രമേ ഉള്ളൂ. സോ 49 ഡിഗ്രിയാണ് വേണ്ടത്. We can see many small prisms in the reflectors using in motorcycles. Describe the benefits of using them. മോട്ടോർ സൈക്കിളിന്റെ റിഫ്ലക്ടറുകളിൽ അനേകം ചെറിയ പ്രിസങ്ങൾ കാണുവാൻ കഴിയും. ഇവ ഉള്ളതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വിശദമാക്കുക. Many small prisms are used in reflectors used in motorcycles. Light falling on the prisms undergoes total internal reflection and reflects back without losing the intensity of light. The image can be seen with greater visual clarity. പ്രിസങ്ങളിൽ പതിക്കുന്ന പ്രകാശരശ്മികൾക്ക് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നു. അനേകം ചെറു പ്രിസങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതിനാൽ അവയിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ ഒട്ടും തീവ്രത കുറയാതെ തന്നെ പ്രതിപദിക്കുന്നു. ചെറിയ പ്രകാശം പതിച്ചാൽ പോലും കൂടുതൽ പ്രകാശിതമായി ദൃശ്യമാകും. Observe the table. Choose the medium in which light has least speed. ഇത് ഡയമണ്ട് ആണ്. The speed of light in air is 3 × 10⁸ meter per second. What is the speed of light in kerosene? അപ്പോൾ നമുക്കറിയാം n കാണാൻ ലൊക്കേഷൻ c/v ആണ്. അപ്പോൾ v കാണാൻ ലൊക്കേഷൻ എന്തായിരിക്കും? c/n ആയിരിക്കും അല്ലേ. c 3 × 10⁸ meter per second ആണ്. സോ ബൈ 1.44 ദാറ്റ് ഈസ് എന്താണ്? 2.08 × 10⁸ meter per second ആണ്. When a ray of light enters obliquely from air to diamond, will the refracted ray deviate towards the normal or away from the normal? Justify your answer. Yes, diamond has greater optical density. As light enters obliquely from optically rarer to denser medium, it deviates towards the normal. പട്ടികയിൽ നൽകിയിരിക്കുന്നവയിൽ പ്രകാശവേഗം ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? അത് വജ്രമാണ് അല്ലേ. കാരണം അതിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളത്. വായുവിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗം 3 × 10⁸ meter per second ആണ്. മണ്ണെണ്ണയിലൂടെയുള്ള പ്രകാശവേഗം എത്രയായിരിക്കും? നമ്മൾ v എന്താണ്? c/n ആണ്. ദാറ്റ് ഈസ് 3 × 10⁸ meter per second ബൈ n എത്രയാണ്? 1.44 അല്ലേ മണ്ണെണ്ണയുടെ അപവർത്തനാങ്കം. സോ ദിസ് ഈസ് 2.08 × 10⁸ meter per second. വായുവിൽ നിന്ന് വജ്രത്തിലേക്കുള്ള പ്രകാശരശ്മി ചരിഞ്ഞു പതിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുമോ അതോ അകലുമോ? ഉത്തരം സാധൂകരിക്കുക. ലംബത്തോട് അടുക്കും. വജ്രത്തിന് പ്രകാശിക സാന്ദ്രത കൂടുതലാണ്. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയതിലേക്ക് കടക്കുന്നതിനാൽ ലംബത്തോട് അടുക്കും. The path of light through mediums A, B, C and D are given. Choose the correct figures. Optical density of mediums are in order A less than B less than C less than D. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ്? ബിയും ഡിയും ഇയും ആണ്. എ, ബി, സി, ഡി എന്നീ മാധ്യമങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിയുടെ പാത നൽകിയിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ ഏതാണ്? ബിയും ഡിയും ഇയും ആണ് അല്ലേ കറക്റ്റ്. The speed of light in ethanol is lesser than in methanol. Which medium has lower refractive index? Y. Methanol has lower refractive index. കാരണം എന്താ? Speed of light in methanol is higher than that in ethanol. മെഥനോളിലെ പ്രകാശവേഗത്തേക്കാൾ കുറഞ്ഞ വേഗത്തിലാണ് എഥനോളിൽ കൂടി പ്രകാശം സഞ്ചരിക്കുന്നത്. ഇവയിൽ അപവർത്തനാങ്കം കുറവ് ഏത് മാധ്യമത്തിനായിരിക്കും? എന്തുകൊണ്ട്? മെഥനോളിന് അപവർത്തനാങ്കം കുറവായിരിക്കും. എഥനോളിലെ പ്രകാശവേഗത്തേക്കാൾ കൂടുതൽ വേഗം മെഥനോളിൽ ആയതിനാൽ.